ഹലോ ഗൈസ്, ഇതെൻ്റെ യൂട്യൂബിലത്തെ ആദ്യത്തെ ലോങ് വീഡിയോ ആയിരിക്കും. ഞാൻ രാവിലെ എണീച്ചതും കുറച്ച് പാറ്റകളിൽ ഇങ്ങനെ കണ്ട എണീച്ച തന്നെ. പിന്നെ എൻ്റെ വീട്ടിൽ കുറച്ച് ജീവനുള്ള മീനുകളുണ്ട്. അതിന് തീറ്റ ഇട്ട് കൊടുത്ത് വാഷിംഗ് മെഷീൻ ആദ്യം ഓണാക്കുക. കുറച്ച് ഡ്രസ്സ് അധികം ഉണ്ടായിരുന്നു. ഇത് ഞാൻ മീഷോന്ന് മേടിച്ച ലിക്വിഡ് കേട്ടോ. ഉള്ളത് പറയാലോ, ഒരു വസ്തുവിനാകാം, ആരും മേടിക്കണ്ട. പിന്നെ ഞാൻ നേരെ പോയി പല്ലൊക്കെ തേച്ച് രാവിലെ എണീച്ചത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട്. ചായ കുടിയില്ലാത്ത കാരണം വെള്ളമെങ്കിലും കുടിക്കണമല്ലോ. പിന്നെ വെയിൽ വരാനായല്ലോ. അപ്പോഴേക്കും രാവിലെ തന്നെ ഇപ്പോൾ നേരത്തെ വെയിൽ വരുന്ന കാരണം കൊപ്ര ഉണക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ചാക്കും പായൊക്കെ കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ വാർപ്പിൻ്റെ മേലെ പോയി. പിന്നെ അത് ഉണക്കാനിട്ട് ഇവിടെ പിന്നെ 7 മണിയാകുമ്പോഴേക്കും ഭയങ്കര വെയിലാണ്. ഇതിപ്പോൾ 7 മണിയൊന്നുമല്ല, ഞാൻ എണീക്കുമ്പോൾ തന്നെ 7 മണി കഴിയും. എന്നാലും പറയാം, 7 മണിയാകുമ്പോഴേക്കും നല്ല വെയിലാണ്. ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കണം, എനിക്ക് 5 മാസമായി പക്ഷെ വയറേ ഇല്ല അല്ലേ. വയറുണ്ടോ ഇല്ലയോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് മേളിൽ നിന്ന് നിൽക്കുന്നത്, ഇതാണ് എൻ്റെ വീട് കേട്ടോ. പിന്നെ തലേ ദിവസം ഇന്നലെ കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലേക്ക് അതാക്കാൻ വിചാരിച്ചിട്ട് ഞാൻ കടല മസാലയൊക്കെ ആക്കി കുക്കറിൽ വെച്ച് തേങ്ങയൊക്കെ തിരുമ്മി. പിന്നെ ഇന്ന് നൂൽപുട്ടാണ്. ഞാൻ കൂടുതൽ യൂട്യൂബിൽ നൂൽപുട്ടാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കണോ എൻ്റെ വീട്ടിൽ നൂൽപുട്ട് മാത്രം ഉണ്ടാക്കുകയുള്ളൂ എന്ന്. നൂൽപുട്ട് മാത്രമല്ല, എല്ലാം ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ രാവിലെ നൂൽപുട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. അപ്പോഴേക്ക് യുദ്ധം വട്ടാൻ എൻ്റെ മകനുണ്ടല്ലോ. അപ്പം എൻ്റെ അടുക്കള ഇതാണ് കേട്ടോ. അടുക്കള തേച്ചിട്ടൊന്നുമില്ല, നമുക്ക് തേക്കാം, വരെ സമയമുണ്ടല്ലോ. പിന്നെ അങ്ങനെ രാവിലത്തെ ഫുഡൊക്കെ ആയി, നൂൽപുട്ടും കടലക്കറിയും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. ഇത്തിരി പാടാണ് കഴിക്കാൻ കൊടുക്കാനെങ്കിലും കുഴപ്പമില്ല, സഹിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുക തന്നെ. കഴിച്ചു കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ മിഷ്യൻ കറങ്ങി. ആകെ ഇതാണ് സുഖമുള്ളൊരു കാര്യം കേട്ടോ. ഇതേക്കും പണിയില്ലല്ലോ, വെറുതെ ഉണക്കി വിട്ടാൽ മതിയല്ലോ. പിന്നെ അതൊക്കെ ബാക്കിൽ കൊണ്ടുപോയി ഉണക്കാൻ ഇട്ട് അത് വലിയ പണിയാണ്. അത് മിക്ക സമയം ഞാൻ മറക്കാറുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് അടിച്ചു വാരാനും തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, അതിനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. പിന്നെ ചോറ്റിനരി ഇട്ടു. ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് ചോറും രാവിലത്തെ കടലക്കറിയും തൈരും മീൻ പൊരിച്ചതായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി ഞാൻ വീഡിയോ എടുക്കാനുള്ള ഒരു ക്ഷമയും സാഹചര്യം ഇല്ലാത്ത കാരണം. അപ്പോൾ ഓക്കെ, ബൈ.